online class of Academy Public Body. In our previous class, we completed the first unit, Glimpses of Green. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഏതായിരുന്നു? ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് പോവുകയാണ്. യൂണിറ്റിന്റെ പേര് എന്ന് പറയുന്നത് ദ ഫ്രെയിംസ്. ദ ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, അപ്പം സിനിമയുമായി വളരെയധികം കണക്റ്റഡ് ആണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലെ 3 പാഠങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് പ്രോജക്റ്റ് ടൈഗർ, which was written by സത്യജിത്ത് റേ. സത്യജിത്ത് റേ എന്ന് പറയുന്ന ഇന്ത്യൻ ഫിലിം മേക്കർ അല്ലെ, അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കൃതിയാണ്. ഒരു ആർട്ടിക്കിൾ തന്നെയാണ് ഇതിനകത്ത് പഠിക്കാൻ കൊടുത്തേക്കുന്നത്, പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്നത്. അപ്പൊ സത്യജിത്ത് റേ എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹം ടൈഗറിനെ വെച്ചൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളാണ് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന പാഠത്തിലൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രോജക്റ്റ് ടൈഗർ, which was written by സത്യജിത്ത് റേ. സെക്കൻഡ് ലെസൺ എന്ന് പറയുന്നത് മനോഹരമായ ഒരു കൃതിയാണ് മൈ സിസ്റ്റേഴ്സ് ഷൂസ്. അപ്പൊ ആ ഒരു എക്സ്ട്രാക്ട് എടുത്തിരിക്കുന്നത് ഒരു സ്ക്രീൻ പ്ലേ ആണ്, ഒരു ഇറാനിയൻ സിനിമയായ ചിൽഡ്രൻ ഓഫ് ഹെവൻ. ഇറാനിയൻ സിനിമയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ. അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ചെറിയൊരു എക്സ്ട്രാക്ട് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ കൊടുത്തേക്കുന്ന മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്നത്, which was written by മജീദ് മജീദി. അല്ല, തേർഡ് വൺ എന്ന് പറയുന്ന ഒരു കവിതയാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. Blowing in the Wind, which was written by Bob Dylan. These are the 3 lessons you have to learn under the second unit, the frames. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അതിലെ ഫസ്റ്റ് പാഠമായ പ്രോജക്റ്റ് ടൈഗർ ആണ്. പ്രോജക്റ്റ് ടൈഗർ. പ്രോജക്റ്റ് ടൈഗർ ബൈ സത്യജിത്ത് റേ. Okay, let's begin this story. പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റിലെ ഡിഫറെൻറ്റ് ലെസൺസ് ആണ്. സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ദ ഫ്രെയിംസ്. അതിൽ ഡിഫറെൻറ്റ് ലെസൺസ് ആയിരിക്കും പറഞ്ഞാൽ പ്രോജക്റ്റ് ടൈഗർ ബൈ സത്യജിത്ത് റേ, ഇറ്റ്സ് എ മെമ്മോയർ. നെക്സ്റ്റ് വൺ മൈ സിസ്റ്റർ ഷൂസ് ബൈ മജീദ് മജീദി, ഇറ്റ്സ് എ സ്ക്രീൻ പ്ലേ. ലാസ്റ്റ് വൺ ഇറ്റ്സ് എ പോം ബ്ലോയിങ് ഇൻ ദ വിൻഡ് ബൈ ബോബ് ഡിലാൻ. ഫ്രെയിംസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ എന്താണെന്ന്. അപ്പോൾ അതിന് ഈ ഫ്രെയിംസിന് സിനിമയുമായിട്ട് വളരെ വലിയ ബന്ധമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പാഠങ്ങളിലെല്ലാം ആദ്യത്തെ ഫസ്റ്റ് 2 ലെസൺസ്, ആദ്യത്തെ 2 പാഠങ്ങളിനകത്ത് കൂടുതലും എന്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്? സിനിമയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ തന്നെയാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രോജക്റ്റ് ടൈഗർ, അതിനകത്ത് ഗൂബി ഗൈനി ഭാഗ പൈനി എന്ന് പറയുന്ന ഒരു ബംഗാളി ഫിലിം, അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സത്യജിത്ത് റേക്ക് നേരിടേണ്ട ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് അത് പരാമർശിക്കുന്നത്. മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറയുന്നത് മജീദ് മജീദ് എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ഫിലിം മേക്കർ, അദ്ദേഹത്തിൻ്റെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻ പ്ലേ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി 3 ആൾക്കാരുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് വൺ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹത്തെ എവിടെയെങ്കിലും? നിങ്ങൾ TV-യിൽ മറ്റോ കണ്ടു കാണും അല്ലേ, ചാർലി ചാപ്ലിൻ. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ആളെ നിങ്ങൾക്ക് കണ്ട് വല്ല പരിചയമുണ്ടോ? ഹീസ് അക്കിര കുറസോവ. ആരാണ്? അക്കിര കുറസോവ, ജാപ്പനീസ് ഫിലിം മേക്കറാണ് അദ്ദേഹം. അപ്പോൾ ഈ 3 പേര് സിനിമാ ലോകവുമായി ബന്ധപ്പെട്ടാണ്. മൂന്നാമത്തെ ആൾ നിങ്ങൾക്ക് അറിയായിരിക്കും, അടൂർ ഗോപാലകൃഷ്ണൻ, അല്ലെ, മലയാളം ഫിലിം മേക്കറാണ്. ദീസ് ആർ ദ 3 പേഴ്സൺസ്: ചാർലി ചാപ്ലിൻ, അഖിര കുറസോവ ആൻഡ് അടൂർ ഗോപാലകൃഷ്ണൻ. നെക്സ്റ്റ് വേണം നമുക്ക് ഫസ്റ്റ് പാഠത്തിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ എഴുത്തുകാരനായ സത്യജിത്ത് റേയെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഓക്കെ, സത്യജിത്ത് റേ വാസ് ബോൺ ഇൻ 1921. 1922 അദ്ദേഹം ജനിച്ചത്. വാസ് ആൻ ഇന്ത്യൻ ഫിലിം മേക്കർ, ഇന്ത്യൻ സിനിമ സംവിധായകനാണ്. Ray was drawn into independent filmmaking after meeting French filmmaker Jean Renoir. ജീൻ റിനോയർ എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിലിം മേക്കറെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം സിനിമ സ്വന്തമായി എടുത്തു തുടങ്ങിയത്. വ്യൂവിംഗ് വിറ്റോറിയോ ഡി സിക്കാസ് ഇറ്റാലിയൻ നിയോ റിയലിസ്റ്റ് 1948 ഫിലിം ബൈസിക്കിൾ തീവ്സ്. റേ ഡയറക്റ്റഡ് 36 ഫിലിംസ് ഇൻക്ലൂഡിംഗ് ഫീച്ചർ ഫിലിം, ഡോക്യുമെൻ്ററീസ് ആൻഡ് ഷോർട്ട് ഫിലിംസ്. 36 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡോക്യുമെൻ്ററി ഫിലിംസ് ഉണ്ട്, feature films ഉണ്ട്, ഷോർട്ട് ഫിലിംസ് ഉണ്ട്. He was also a fiction writer, publisher, illustrator, calligrapher,
മ്യൂസിക് കമ്പോസർ ആൻഡ് ഫിലിം ക്രിട്ടിക്, ബഹുനില പ്രതിഭയായിരുന്നു അല്ലേ. ഹി ഹാസ് ഓൾസോ ഓതേർഡ് സെവറൽ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് നോവൽസ്, ഒരുപാട് ചെറുകഥകളും നോവലുകളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഹി പാസ്ഡ് അവേ ഇൻ 1992, 1992 അദ്ദേഹം അന്തരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സിനിമ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? നിങ്ങൾ കണ്ടു കാണാൻ വഴിയില്ല. പതേർ പാഞ്ചാലി എന്നുള്ള സിനിമ നിങ്ങൾ കേട്ട് കാണും അല്ലേ, അത് അദ്ദേഹത്തിൻ്റെയാണ്, പതേർ പാഞ്ചാലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെയാണ്, നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു ലെസണിലൂടെ, അദ്ദേഹത്തിൻ്റെ മെമ്മോയറാണല്ലേ, ഓർമ്മക്കുറിപ്പിലൂടെ ഈ ഒരു ആർട്ടിക്കിൾ ടൈപ്പിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, ഹിയർ ഈസ് ആൻ ആർട്ടിക്കിൾ ബൈ സത്യജിത് റേ, one of the greatest filmmakers, on how he managed to shoot the scene of a film which included a tiger. ഒരു കടുവയെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ പാഠത്തിലൂടെ നോക്കാം. ഓക്കെ, no one can beat Hollywood when it comes to making films with animals in them. I remember films in my childhood, and there were quite a few of them that had an Alsatian called Rin Tin Tin. This dog's acting was more impressive than a human's. Later we got to see 3 or 4 other films with a collie called Lassie. It seemed that the director could make Lassie do just about anything. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. Their owners could easily make as much as 100,000 rupees from just one film. No one can beat Hollywood when it comes to making films with the animals in them. നമുക്കറിയാം, സിനിമാ ലോകത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് മലയാള സിനിമകൾ, തമിഴ് സിനിമകൾ, ഹിന്ദി സിനിമകൾ, ഇംഗ്ലീഷ് സിനിമകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സിനിമ ലോകത്തെ തന്നെ വിളിക്കുന്ന പേരാണ് ഹോളിവുഡ് എന്ന്. അത് വിളിക്കുന്ന പേര് ഹോളിവുഡ്. ഇനി അത് ഇന്ത്യയിലോട്ട് വരുമ്പം ഹിന്ദി സിനിമ ലോകത്തെ വിളിക്കുന്ന പേര് ബോളിവുഡ്. ഇനി അത് മലയാള സിനിമാ ലോകമാണെങ്കിൽ അതിന് വിളിക്കുന്ന പേര് മോളിവുഡ്. ഇനി അത് തമിഴാണെങ്കിൽ കോളിവുഡ്, തെലുങ്കാണെങ്കിൽ ടോളിവുഡ്. ഇങ്ങനെയാണ് പലതിനെയും വിളിക്കുന്ന പേര്. അപ്പോൾ ഹോളിവുഡ് ഇംഗ്ലീഷ് ഫിലിം വേൾഡാണ്, അതുപോലെ ബോളിവുഡ് ഹിന്ദിയാണ്, മോളിവുഡ് എന്ന് വെച്ചാൽ മലയാളം, കോളിവുഡാണ് തമിഴിൻ്റേത്, ടോളിവുഡാണ് തെലുങ്ക്. അപ്പം നമുക്കറിയാം, ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഫാൽക്കെ അവാർഡ് കേട്ടില്ലേ നിങ്ങൾ? അതുപോലെ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം, ജെ.സി. ഡാനിയലാണ് നമ്മൾ മലയാള സിനിമയുടെ പിതാവെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് അനിമൽസ് ഇൻ ദം. നമ്മൾ മൃഗങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സിനിമകളിൽ, അപ്പം ഹോളിവുഡിനെ വെല്ലുന്ന തരത്തിൽ മറ്റ് ഒരു ചിത്രങ്ങൾക്കും അല്ലേ, മൃഗങ്ങളെ വെച്ച് പ്രത്യേകിച്ച് മൃഗങ്ങളെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. അത്ര പെർഫെക്ഷനാണ് ഹോളിവുഡുകാർ ചെയ്യുന്നത് അല്ലേ. നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് അനിമൽസ് ഇൻ ദം. ഒരുപാട് ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, പലതരത്തിലുള്ള മൃഗങ്ങളെ വെച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട് ഹോളിവുഡ് സിനിമകളിൽ അല്ലേ. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഞാൻ ഓർക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്തെ സിനിമകൾ. ഹു ഈസ് എ നറേറ്റർ? ഞാൻ ആരുടെ ഓർമ്മക്കുറിപ്പാണത്? സത്യജിത്ത് റേ. ആൻഡ് ദെയർ വെയർ ക്വൈറ്റ് എ ഫ്യൂ ഓഫ് ദം ദാറ്റ് ഹാഡ് ആൻ അൽസേഷ്യൻ കാൾഡ് റിൻ ടിൻ ടിൻ അല്ലേ. ഒരു അൽസേഷ്യൻ നായ ഉണ്ടായിരുന്നു. അൽസേഷ്യൻ നമുക്കറിയാം, ഒരു നായയുടെ ഇനമാണ് അല്ലേ. അതിന് റിൻ ടിൻ ടിൻ എന്ന് പേരുള്ള ഒരു നായയാണ്. And there were quite a few of them that had an Alsatian called Rin Tin Tin. The dog's acting was more impressive than a human's. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ കണ്ട ഒരുപാട് സിനിമകളുണ്ട്. അതിനകത്ത് ഒരു റിൻ ടിൻ ടിൻ എന്ന് പറയുന്ന ഒരു നായ ഉണ്ടായിരുന്നു, ഒരു അൽസേഷ്യനാണ്. ദ ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. അപ്പോൾ മനുഷ്യൻ്റെ അഭിനയത്തെക്കാളും വളരെ ഇംപ്രസീവ് ആയിരുന്നു ആ ഒരു നായയുടെ അഭിനയം. ലേറ്റർ വി ഗോ ടു സീ 3 or 4 other films with a collie called Lassie അല്ലേ. മറ്റൊരു ഇനം നായയാണ് അല്ലേ. അപ്പം ലാസി എന്ന പേരുള്ള, അപ്പോൾ ആ ഒരു ഇനം നായയുടെ അഭിനയവും വേറിട്ടത് തന്നെയായിരുന്നു. ഇറ്റ് സീംഡ് ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ഡു ജസ്റ്റ് എബൌട്ട് എനിത്തിങ്. ലാസിയെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം. മീൻസ് അത്ര പെർഫെക്ഷൻ ആയിരുന്നു അതിൻ്റെ ആക്ടിങ് എന്ന് പറയുന്നത്.
ദീസ് ട്രെയിൻഡ് ഡോഗ്സ് were famous stars in their own rights. സത്യത്തിൽ അവരും അവരുടേതായ രീതിയിൽ പ്രശസ്തർ തന്നെയാണ്. ആൻഡ് ദ മണി ദേ ഏൺഡ് വാസ് നോ ലെസ് ദാൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോഡ്. നമുക്കറിയാം ഒരു യഥാർത്ഥ സിനിമാ നടൻ മേടിക്കുന്ന ശമ്പളം അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് അല്ലേ, അതിനേക്കാളും കുറവൊന്നും ആയിരിക്കില്ല ഈ ഒരു നായ്ക്കളുടെ ഓണേഴ്സിന് കിട്ടുക. Their owners could easily make as much as 100,000 rupees from just one film. 100,000 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ലക്ഷങ്ങളാണ്. അപ്പം 100 കണക്കിന് ആയിരങ്ങൾ കൊയ്യാൻ പറ്റും. എന്താണ് നല്ലതായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നായ ഉണ്ടെങ്കിൽ, ട്രെയിൻഡ് ഡോഗോ അതുപോലുള്ള അനിമൽസൊക്കെ ഉണ്ടെങ്കിൽ. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. The main character in the film was a large dog. I reached the studio to find the shooting hadn't yet started. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in the Disney Studio in Hollywood അല്ലേ. ഹോളിവുഡിലെ ഒരു സ്റ്റുഡിയോ ആണ് ഡിസ്നി എന്ന് പറയുന്നത്. ഡിസ്നി എല്ലാവർക്കും പരിചയം കാണും. നമ്മൾ കാർട്ടൂണൊക്കെ തുടങ്ങുമ്പോൾ ഡിസ്നി എഴുതി കാണിക്കണം. ഡിസ്നിയുടെ സ്റ്റുഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഡിസ്നി സ്റ്റുഡിയോയിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഷൂട്ടിംഗ് കാണാൻ പോയി. ഐ റിയലൈസ്ഡ് ഹൗ റെവറൻലി ദീസ് അനിമൽ ആക്ടേഴ്സ് വെയർ ട്രീറ്റഡ്. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി എത്ര റെവറൻലി മീൻസ് എത്ര ബഹുമാനത്തോടെയാണ്, റെസ്പെക്റ്റ്ഫുള്ളിയാണ് ഈ അനിമൽ ആക്ടേഴ്സിനോട് മറ്റുള്ളവർ പെരുമാറുന്നതെന്ന്, അല്ലെങ്കിൽ അവരോട് എത്രത്തോളം ബഹുമാനത്തോടു കൂടിയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. അപ്പോൾ 20 years എഗോ അല്ലേ, 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി കണ്ട ആ ഒരു സിനിമ ഷൂട്ടിംഗ്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ആ സിനിമയിലെ നായകൻ എന്ന് പറയുന്നത് ഒരു വലിയ ഡോഗായിരുന്നു. ഐ റീച്ച് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡൻറ്റ് യെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ഷൂട്ടിംഗ് കാണാനായിട്ട് പോയി. പക്ഷേ അപ്പോഴത്തേക്ക് ആ ഷൂട്ടിംഗ് ആരംഭിച്ചിരുന്നില്ല. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. For they have to show the cameraman how they will walk or where they will stand in a particular shot. In the case of very famous stars, this job is done by their stand-ins. A stand-in is usually a person who is physically similar to the real star. The stars themselves arrive only when the lights are ready and it is time to take a shot. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ക്യാമറാമാൻ ലൈറ്റ്സ് ഒക്കെ റെഡിയാക്കുന്നു. ഇറ്റ് ഈസ് കസ്റ്റമറി. അതൊരു കസ്റ്റമറി എന്താണ്, സ്ഥിരമായ പതിവായ ഒരു പ്രവർത്തനമാണ്. ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. അതായത് ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരുണ്ടായിരിക്കണം, നമ്മുടെ ഈ ആക്ടേഴ്സ് രംഗത്തെ അഭിനയിക്കുന്ന ആൾക്കാരെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക്. ആ ക്യാമറാമാൻ അവർ കാണിച്ചു കൊടുക്കണം അവരെങ്ങനെയാണ് നടക്കുന്നതെന്ന്, ഈ രംഗത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന്. വേർ ദേ വിൽ സ്റ്റാൻഡ്, അവരെവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇൻ എ പർട്ടിക്കുലർ ഷോട്ട്, ആ സമയത്ത് ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക് ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ് ആൻഡ് ഇൻ എ പർട്ടിക്കുലർ ഷോട്ട്. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ് ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡിൻസ്. പക്ഷേ ഇത് പ്രഗത്ഭരായ നടന്മാരൊന്നും എന്ത് നിൽക്കത്തില്ല, ഈ ഇതുപോലെ ക്യാമറ അറേഞ്ച് ചെയ്യുന്ന സമയത്തോ ലൈറ്റ്സ് അറേഞ്ച് ചെയ്യുന്ന സമയത്തോ എന്തോ നിൽക്കത്തില്ല, അവിടെ ഒന്നും നിൽക്കത്തില്ല. പകരം എന്ത് ചെയ്യും, അവരുടെ സ്റ്റാൻഡിൻസ് ആണ് നിൽക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഈ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കേസിൽ അവർ ഈ ക്യാമറ അറേഞ്ച് ചെയ്ത സമയത്തോ ലൈറ്റ്സ് അറേഞ്ച് ചെയ്ത സമയത്തോ അവരും നിൽക്കാറില്ല. പകരം അവരുടെ സ്റ്റാൻഡിൻസ് ആണ് നിൽക്കുന്നത്. സ്റ്റാൻഡിൻ. അപ്പോൾ എന്താണ് സ്റ്റാൻഡിൻ എന്ന് പറഞ്ഞാൽ, എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹൂ ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. യഥാർത്ഥ അഭിനേതാവ് ആ നടനുമായിട്ട് സാദൃശ്യം മീൻസ് ഫിസിക്കലി സാദൃശ്യമുള്ള ആൾക്കാരെയാണ് സ്റ്റാൻഡിനായിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, തൽക്കാലത്തെ അതായത് അവർ ആ രംഗം അഭിനയിക്കാൻ വരുന്നവരെ അവരുടെ സ്റ്റാൻഡിനായിട്ട് നിൽക്കണം. മീൻസ് ഈ ക്യാമറ അറേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ നിൽക്കണം. The stars themselves arrive only when the lights are ready and it is time to take a shot. ആ ഒരു രംഗം എടുക്കുന്ന സമയത്ത് മാത്രമേ നടന്മാർ വരത്തുള്ളൂ അല്ലേ. ബാക്കിയുള്ള സമയത്തെല്ലാം അവിടെ നിൽക്കേണ്ടത് ആരാണ്, സ്റ്റാൻഡിനാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡിനുള്ള പുതിയ വേടെന്ത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്.
Here in Disney studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. The cameraman shouted to everyone to take their positions, but the dog remained where it was. This puzzled me. Could it be that it was not required in the next shot? Here in Disney studio, I noticed that a few actors were moving about in the set. അപ്പം ഞാൻ ഡിസ്നി സ്റ്റുഡിയോയിൽ പോയ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പം ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഐ നോട്ടീസ് ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ് വെയർ മൂവിങ് അബൌട്ട് ഇൻ ദ സെറ്റ്. അപ്പം ഡിസ്നി സ്റ്റുഡിയോയിൽ കുറേ ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അങ്ങോട്ട് നടക്കുന്നുണ്ട്. ആൻഡ് ഓൺ വൺ സൈഡ് സ്റ്റാൻഡിങ് ക്വയർലി വാസ് ദ പ്രൊട്ടഗണിസ്റ്റ്. അപ്പോൾ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഹീറോ നിൽക്കുകയാണ്. ആരാണ് ഹീറോ? ദ സെയിം ലാർജ് ഡോഗ്, അതേ വലിയ നായ. The cameraman shouted to everyone to take their positions. ക്യാമറാമാൻ എല്ലാവരുടെയും അലറുകയാണ് ടു ടേക്ക് ദെയർ പൊസിഷൻസ്, അവരുടെ സ്ഥാനത്ത് നിൽക്കാനായിട്ട്. ബട്ട് ദ ഡോഗ് റിമെയിൻഡ് വെയർ ഇറ്റ് വാസ്. പക്ഷേ ആ നായ അവിടെ തന്നെ നിന്നു. ദിസ് പസിൽഡ് മീ, ഇത് എന്നിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. കുഡ് ഇറ്റ് ബി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്? ചിലപ്പോൾ അതെന്തായിരിക്കില്ല, അടുത്ത രംഗത്തിൽ ആ നായ വേണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് അവിടെ തന്നെ നിൽക്കുക. ബിഫോർ ഐ കുഡ് ആസ്ക് സം വൺ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. From nowhere appeared a little dwarf, followed by another man carrying a hairy dogskin. Then, to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor just like an animal, and the dogskin was draped over him. Before I could ask him, a strange thing happened. ഞാൻ ആരോടെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ഒരു വ്യത്യസ്തമായൊരു കാര്യം അവിടെ സംഭവിച്ചു. ഫ്രം നോവെയർ അപ്പിയർഡ് എ ലിറ്റിൽ ഡ്വാർഫ്. എവിടെ നിന്ന് അറിയാൻ വയ്യ, ഒരു ലിറ്റിൽ ഡ്വാർഫ്, ഒരു ചെറിയൊരു പൊക്കം കുറഞ്ഞൊരു കുള്ളനോടേക്ക് വന്നു. ഫോളോഡ് ബൈ അനദർ മാൻ ക്യാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ. പുറകെ വേറൊരാളും ഉണ്ട്, അയാളുടെ കയ്യിൽ എന്തുണ്ട്? ഡോഗ് സ്കിൻ, ഒരു നായയുടേതായിട്ടുള്ള ഒരു സ്കിൻ. നമുക്കറിയാമല്ലോ, ഒരു അതേ കണക്കൊരു സ്കിൻ അദ്ദേഹത്തിൻ്റെ ഉണ്ട്, ഒരു ആർട്ടിഫിഷ്യലാണ്. Then, to my perfect amazement, the dwarf went down on all fours on a chalk mark on the floor, just like an animal, and the dog skin was draped over him. Followed by another man carrying a hairy dog skin. Then, to my perfect amazement, പക്ഷേ എൻ്റെ ഒരു അത്ഭുതം എന്ന് നോക്കട്ടെ, the dwarf went down on all the fours on a chalk mark. ആ കുള്ളം വന്നിട്ട് ആ ചോക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് എന്ത് ചെയ്തു? രണ്ട് കൈയും കാലും കുത്തി ഒരു നായ നിൽക്കുന്ന പോലെ നിൽക്കാൻ തുടങ്ങി. ജസ്റ്റ് ലൈക്ക് ആൻ ആനിമൽ ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രേപ്ഡ് ഓവർ ഹിം. ആ നായയുടെ പോലുള്ള ആ ഡ്രസ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിനെ മൂടി, ആ കുള്ളനെ മൂടി. ദെൻ ഹീ ക്രോൾഡ് ഫ്രം വൺ മാർക്ക് ടു അനദർ. എന്നിട്ട് അയാൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് നീങ്ങാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. ക്യാമറാമാൻ ആണെങ്കിൽ തിരക്കാണ് അല്ലേ, ആ ലൈറ്റ്സുമായിട്ട് തിരക്കിട്ട് നീങ്ങി. ഹി ഫൈനലി ഡോൺഡ് അപ്പോൺ മീ ദാറ്റ് ദിസ് ഡ്വാർഫ് വാസ് പെയ്ഡ് ടു ബി ദ ഡോഗ് സ്റ്റാൻഡിൻ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ നായയെ എന്തിനായിട്ടാണ്, ഈ നായയുടെ സ്റ്റാൻഡിനായിട്ടാണ് നമ്മുടെ ഈ ഒരു കുള്ളൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പം അത് ആ നായയുടെ സ്റ്റാൻഡിൻ്റെ വേതനമാണ്, അല്ലെങ്കിൽ സാലറിയാണ് ആർക്ക് കൊടുക്കുന്നത്? അയാൾക്ക് കൊടുക്കുന്നത്. Every animal in a Hollywood film is well trained. It is not difficult to train a horse or a dog. But have you ever heard of trained ravens? Not just one or two, but nearly 100 of them. Even this was made possible in Hollywood, when the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. In the story, birds from all over the world start attacking humans. Hitchcock needed a variety of birds, but what was required in the largest number was ravens. Notices were placed in the press all over the United States, asking people to contact the filmmaker if they knew how to get hold of trained ravens. Every animal in Hollywood ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. നമുക്കറിയാം, ഹോളിവുഡിലെ എല്ലാ മൃഗങ്ങളെയും അഭിനയിക്കുന്ന എല്ലാ മൃഗങ്ങളും വെൽ ട്രെയിൻഡ് ആയിരിക്കും. ട്രെയിൻഡ് അല്ലാത്ത അനിമൽസിന് നമുക്ക് സിനിമ അഭിനയിക്കാൻ കഴിയില്ലല്ലോ.
ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു കുതിരയെയോ ഒരു നായയെയോ ട്രെയിനിങ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ട്രെയിനിങ് കൊടുത്ത റാവൻസ്? റാവൻസ് എന്താണ്? കാക്കകൾ. നോട്ട് ജസ്റ്റ് 1 or 2 അല്ലേ, എന്തല്ല 1 or 2 അല്ല, ബട്ട് നിയർലി 800 ഓഫ് ദം, 100 കണക്കിന്. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. പക്ഷേ ഇതും സാധ്യതമാണ് എവിടെ? ഹോളിവുഡ് സിനിമയെ സംബന്ധിച്ച്. വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല സസ്പെൻസ് ഫിലിംസ് ഉണ്ടാക്കിയ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡിസൈഡ് ടു മേക്ക് എ ഫിലിം കാൾഡ് ബേർഡ്സ്. ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന സംവിധായകൻ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. സിനിമയുടെ പേര് ബേർഡ്സ്. ഇൻ ദ സ്റ്റോറി, ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിങ് ഹ്യൂമൻസ്. ഈ സിനിമയിൽ ലോകമെമ്പാടുമുള്ള പക്ഷികൾ മനുഷ്യനെ ആക്രമിക്കുന്നു. അതാണ് കഥ. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. ഹിച്ച്കോക്കിന് ആവശ്യമായി വന്നത് ഇഷ്ടം പോലെ പക്ഷികളായിരുന്നു. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജ് നമ്പർ വാസ് റാവൻസ്. പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടി വന്നത് ഈ ഇനം കാക്കയാണ്. നോട്ടീസസ് വെയർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. USA പലയിടത്തായിട്ട് നോട്ടീസുകൾ പ്ലേസ് ചെയ്തു. എന്താണ്? പക്ഷികളെ ആവശ്യമുണ്ട്, സിനിമ ഉണ്ടാക്കാൻ പക്ഷികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ്. ആസ്കിങ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. ട്രെയിൻഡ് റാവൻസിനെ ഉള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ് നോട്ടീസസ് പലയിടത്തും പേസ്റ്റ് ചെയ്തു. Someone replied within a few days. He was asked to bring his birds and he arrived with almost 100 trained ravens. Admittedly, their training hadn't gone very bad. That is to say, they could not do anything that might be seen as extraordinary. But if as many as 50 ravens are told to perch squarely in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? Someone replied within a few days. ആരോ കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് റിപ്ലൈ അയച്ചു. ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ദീസ് ബേർഡ്സ്. കള്ളത്തരമാണെന്ന് അറിയരുതല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട്, തെളിയിക്കാനായിട്ട് പക്ഷികളുമായിട്ട് വരാൻ പറഞ്ഞു. ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിൻഡ് റാവൻസ്. 1ഉം 2ഉം അല്ല, 100ഓളം ട്രെയിൻഡ് റാവൻസുമായിട്ട് വന്നു. അഡ്മിറ്റഡ്ലി ദെയർ ട്രെയിനിങ് ഹാഡിൻറ്റ് ഗോൺ വെരി ബാഡ്. സമ്മതിച്ചു കൊടുക്കണം, ആ ട്രെയിനിങ് മോശമായിട്ടില്ലായിരുന്നു. ദാറ്റ് ഈസ് ടു സേ ദേ കുഡ് നോട്ട് do anything that might be seen as extraordinary, but if as many as 50 ravens are told to perch quietly in a row on a specified spot, അസാധാരണമായി ഒന്നും ചെയ്യേണ്ട, ഒരു 50ഓളം കാക്കകൾ ആ പറയുന്ന സ്പോട്ടിലൂടെ ഒന്ന് വരിയായിട്ട് പറന്നു പോയാൽ മാത്രം മതി. ആൻഡ് ഇഫ് ദേ ഒബേ ദിസ് കമാൻഡ് ഇൻസ്റ്റൻ്റ്ലി ഈസിൻ ദാറ്റ് പ്രിറ്റി ഇംപ്രസീവ്. അവരത് അനുസരിക്കുകയാണെങ്കിൽ അത് വളരെ രസകരമായിരിക്കില്ലേ? പറയുന്നതുപോലെ ആ കാക്കകളൊക്കെ അനുസരിക്കുകയാണെങ്കിൽ. Needless to say, in our own country, it is not at all easy to find trained animals. Although some films have been made in Bombay and Madras that involved working with elephants, horses, and tigers, their performances did suggest that they were used to obeying commands. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent if one is prepared to be patient. It is not altogether impossible to get good performances out of them, as we managed to do with the Polo in Pader Panjali. Needless to say, in our own country, it is not at all easy to find trained animals. നമ്മുടെ നാട്ടിൽ എത്രത്തോളം ട്രെയിൻഡ് അനിമൽസിനെ കണ്ടെത്തുക വളരെ എളുപ്പമൊന്നുമല്ല. ഓൾദോ സം ഫിലിംസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ബോംബെ ആൻഡ് മദ്രാസ് ദാറ്റ് ഇൻവോൾവ് വർക്കിംഗ് വിത്ത് എലിഫൻറ്റ്സ്. ബോംബെയിലും മദ്രാസിലൊക്കെ ഷൂട്ട് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട്. അത് അനിമൽസിനെ വെച്ച് അല്ലേ, എലിഫൻസിനെ വെച്ച്, ഹോഴ്സസിനെ വെച്ച്, ടൈഗേഴ്സിനെ വെച്ചൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദിയർ പെർഫോമൻസ് ഡിഡ് സജസ്റ്റ് ദാറ്റ് ദേ വെയർ യൂസ് ടു ഒബേയിങ് കമാൻഡ്സ്. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. അപ്പം നമ്മൾ കൂടുതലും സർക്കസിൽ നിന്നൊക്കെ എടുത്ത അനിമൽസ് കമാൻഡ്സ് കൊണ്ടൊക്കെ അവരെ അഭിനയിപ്പിക്കാറുണ്ടല്ലേ. ബംഗാളിൽ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. നല്ല ബുദ്ധിയുള്ള നായ്ക്കളെ കിട്ടാറുണ്ട്. പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ്, പ്രത്യേകിച്ച് പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്, ബുദ്ധിയുള്ള. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്, ഇറ്റ് ഈസ് ആൾടുഗദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഔട്ട് ഓഫ് ദം.
ആസ് വി മാനേജ് ടു ഡു വിത്ത് പൂലോ ഇൻ പതേർ പാഞ്ചാലി. പതേർ പാഞ്ചാലി എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ മറ്റൊരു സിനിമയാണ്. അതിനകത്തൊരു നായയുണ്ട്, നായയുടെ പേര് പൂലോ. പൂലോ എന്നാണ്. അപ്പം അതിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് ഗോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് എ നീഡ് for a tiger in a film? We had to deal with this problem too when we were shooting Gopi Kaine Bhaga Paine. In the film, Gopi, who is banished by the king, wanders in the forest, meets Bhaga, who is also been banished. They see a tiger and freeze, but the tiger simply walks. It a dog might be difficult, not impossible to handle. ഒരു നായ വെച്ച് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ട് തന്നെയാണ്. നോട്ട് ഇമ്പോസിബിൾ, പക്ഷെ എന്തല്ല, ഇമ്പോസിബിൾ അല്ല. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദെയർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം. അങ്ങനെയെങ്കിൽ ഒരു സിനിമയിൽ കടുവയെ വെച്ച് അഭിനയിപ്പിക്കണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു വെൻ വി വെയർ ഷൂട്ടിംഗ് ഗൂബി ഖൈനെ ഭാഗ പൈനെ. ഗൂബി ഖൈനെ ഭാഗ പൈനെ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കിത് നേരിടേണ്ടി വന്നു. ഇൻ ദ ഫിലിം ഗൂബി ഹൂ ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്. ഈ സിനിമയിൽ ഗൂബി എന്ന് പറയുന്ന ആളിനെ രാജാവ് നാട് കടത്തുകയാണ്. ബാനിഷ്ഡ് ബൈ ദ കിങ്, വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ ഗൂബി ആ കാട്ടിലൂടെ അലഞ്ഞു കഴിഞ്ഞ് നടക്കുന്നു. മീറ്റ്സ് ഭാഗ. അവിടെ വെച്ചാണ് ഗൂബി ആരെ കണ്ടുമുട്ടുന്നത്? ഭാഗയെ കണ്ടുമുട്ടുന്നത്. ഹൂ ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. അവനെയും എന്ത് ചെയ്യണം? രാജാവ് ബാനിഷ് ചെയ്തതാണ്, നാട് കടത്തിയതാണ്. ദേ സി എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവർ ഒരു കടുവയെ കണ്ടുമുട്ടുന്നു, നിശ്ചലമായി നിൽക്കുന്നു. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ്. പക്ഷേ കടുവ അവരെ ശ്രദ്ധിക്കാതെ സിമ്പിളായിട്ട് നടന്നു പോകുന്നു. ഇതായിരുന്നു അരങ്ങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്ത് ഇവിടം വരെയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് സീനിനെ കുറിച്ചാണ് നമ്മുടെ അതിൽ പരാമർശിക്കുന്നത്. സത്യത്തിറെ ഈ പാഠഭാഗത്തിലൂടെ പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ചെയ്തു പോവുക. ഡു യു നോ ദാറ്റ് എ പാരഗ്രാഫ് നോർമലി കണ്ടെയ്ൻസ് എ ടോപ്പിക് സെൻറ്റൻസ് ഇൻ ഇറ്റ്? അപ്പം ഒരു ടോപ്പിക് സെൻറ്റൻസ് ഉള്ള ഒരു പാരഗ്രാഫ് നമുക്കറിയാം അല്ലേ? അപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ടോപ്പിക് സെൻറ്റൻസ്. ഈ പാരാഗ്രാഫിലെ ടോപ്പിക് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യണമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. Next one means, does the second paragraph introduce a new topic sentence? If not, what supporting details about the animal actors of Hollywood do you get from the paragraph? അതായത് എഴുതുക. What additional information do you get about the stand-ins? Stand-insനെ കുറിച്ച്. What is the puzzling incident described in paragraph 3? Which incident shows that the animal actors in Hollywood were treated with reverence? ഓക്കെ, എത്രയും എഴുതിയേക്കാം. നെക്സ്റ്റ് വൺ, വാട്ട് വെയർ ദ ഡിഫിക്കൽട്ടീസ് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഹാഡ് ടു ഫേസ് വൈൽ മേക്കിംഗ് ദ ഫിലിം ബേർഡ്സ്? ഹൗ ഡിഡ് ഹിച്ച്കോക്ക് മാനേജ് ടു ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് റാവൻസ് ഫോർ ഹിസ് ഫിലിംസ്? ഇതൊക്കെ വായിച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് ദ ഫ്രെയിംസ് ആണ് നോക്കിയത്. അതിൽ ഫസ്റ്റ് ലെസൺ പ്രോജക്റ്റ് ടൈഗർ ബൈ സത്യജിത്ത് റേ. അപ്പോൾ അതിൽ അദ്ദേഹം 2 ഇൻസിഡൻസ് പറയുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിലെ ഷൂട്ടിംഗ് അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ആദ്യമേ അദ്ദേഹം ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് കുറച്ച് ഡോഗ്സിൻ്റെ പേരും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. ഫസ്റ്റ് an Alsatian called റിൻറ്റിൻറ്റിൻ, നെക്സ്റ്റ് വൺ എ കോലി കാൾഡ് ലാസി. 2 ഡോഗ്സിൻ്റെ കാര്യങ്ങളാണ് അതിനകത്ത് പരാമർശിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് an Alsatian called റിൻറ്റിൻറ്റിൻ, സെക്കൻഡ് വൺ എ കോലി കാൾഡ് ലാസി. നെക്സ്റ്റ് വൺ ആൻഡ് എ വിസിറ്റ് ടു ഹോളിവുഡ്. ഹോളിവുഡിലേക്കുള്ളൊരു വിസിറ്റാണ് അദ്ദേഹം പറയുന്നത്. അവിടെ വെച്ച് അദ്ദേഹം പരിചയപ്പെടുന്ന അദ്ദേഹത്തിന് മനസ്സിലായ സ്റ്റാൻഡിൻ എന്ന് പറയുന്ന ഒരു രീതി അല്ലേ. സ്റ്റാൻഡിൻ എന്താണ്? എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹൂ ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. അതായത് ഫിസിക്കലി നമ്മുടെ ഫിലിം സ്റ്റാറിനോടൊപ്പം സാമ്യത പുലർത്തുന്ന ഒരാളായിരിക്കണം അതിൻ്റെ സ്റ്റാൻഡിൻ എന്ന് പറയുന്നത്. ഹൂ ഈസ് ഫിസിക്കലി സിമിലർ ടു the real star. The stars themselves arrive only when the lights are ready and it is time to take shoot.
ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മാത്രമേ ആര് വരാറുള്ളൂ, നമ്മുടെ നായകന്മാർ ആ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരാറുള്ളൂ. അതുവരെ ആക്ട് ചെയ്യുന്ന ആരാണ്, അതല്ലേ അതുവരെ നിൽക്കുന്നവരാണ് സ്റ്റാൻഡിൻസ്. അതാണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എന്താണ് പഠിച്ചത്, ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ഒരു ഷൂട്ടിംഗ് ആണല്ലേ. സിനിമയുടെ പേരെന്താണ്, ബേർഡ്സ്. ഇപ്പോൾ ഇവിടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡിസൈഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടി വന്നത് ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ് ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടി വന്നത് റാവൻസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടിയോ? അപ്പം നിങ്ങൾക്ക് നെറ്റ് സൗകര്യമൊക്കെ ഉള്ള മൊബൈൽ ഫോൺസ് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേർഡ്സ് എന്ന് അടിച്ചു നോക്കിയാൽ, ബേർഡ്സ് ബൈ ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ കാക്കകളെ വെച്ച് അഭിനയിപ്പിച്ച ആ രംഗം കിട്ടുന്നതായിരിക്കും. അതും അതിനോടൊപ്പം ഗൂബി കൈനി ഭാഗ പൈനി എന്ന് പറയുന്ന സിനിമ പീരീഡ് ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ടൈഗറുമായിട്ട് ഷൂട്ട് ചെയ്ത ആ രംഗവും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാവൻസ് എന്ന് പറയുന്ന സിനിമ ബൈ ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് അടിച്ചു കൊടുക്കണം. ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ റാവൻസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് ബേർഡ്സുമായിട്ട് പറക്കുന്ന ആ രംഗം ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് പഠിച്ചത്. പഠിച്ച ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിമൈനിങ് പോർഷനോട്ട് കാണാം. ഓക്കെ, താങ്ക് യു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന മനോഹരമായ ഒരു കൃതിയാണ്. ആരെഴുതിയത്? സത്യത്രയുടെ അല്ലെ. സത്യത്രേ ഹോളിവുഡ് വിസിറ്റ് ചെയ്ത കാലത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവിടെ കണ്ട പല അനിമൽസിനെ വെച്ചുള്ള ഷൂട്ടിംഗ് രംഗങ്ങളെല്ലാം അദ്ദേഹം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വിവരിച്ചു അല്ലെ. അത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ യൂണിറ്റ് ഫ്രെയിംസ് എന്നാണ് അല്ലെ. അതിനകത്ത് ഫസ്റ്റ് ലെസൺ തന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കർ ആയ സത്യത്തെ റേയുടെ തന്നെ ആർട്ടിക്കിൾ ആണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിലൂടെയാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പൊ മനോഹരമായി ഹോളിവുഡ് സിനിമാ രംഗങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് വീക്ഷിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ. അപ്പൊ അതിമനോഹരമായ കൃതി തന്നെയായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇനി ഗൂബി ഗൈനി ഭാഗ പൈനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും അല്ലെ അദ്ദേഹം നേരിട്ട പ്രതിസന്ധികളെ കുറിച്ചും എല്ലാം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റിമൈനിങ് പോർഷൻ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.